ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ നിലയിൽ കാക്കനാടുള്ള ദൈവജനത്തോടു കൂടെ ചേർന്ന് ഈ മാസത്തിൽ ബൈബിൾ സ്റ്റഡിയിൽ തേഴ്സ്ഡേസിൽ പങ്കെടുക്കുവാൻ ദൈവം എനിക്ക് തന്നിരിക്കുന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. I also want to thank the leadership of the assembly for this invitation. ഈ മാസം 4 ആഴ്ചകളിൽ നമ്മൾ അറിഞ്ഞതുപോലെ ദൈവവചനത്തിൽ നിന്ന് സ്പെഷ്യലി ഫ്രം ദ ബുക്ക് ഓഫ് ആക്ട്സ് ആണ് നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. I just want to acknowledge the presence of some of my wife's relatives there in the assembly. എൻ്റെ വൈഫിന്റെ റിലേറ്റീവ്സ് പലരും ആ അസംബ്ലിയിൽ ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കുടുംബമായി പരിചയപ്പെട്ട പലരും ഈ അസംബ്ലിയിൽ ഉണ്ട്. അവരെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ചെയ്യുന്നത്. And even as we together meditate from God's word, let it be a blessing to each one of us. ഞാൻ എൻ്റെ ഒരു സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്തോട്ടെ. Just give me a second. നമുക്ക് എല്ലാവർക്കും ഈ വേദപുസ്തകത്തിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഒരുപക്ഷെ സൺഡേ സ്കൂൾ പ്രായം തൊട്ട് തന്നെയും നമ്മെ ആകർഷിക്കുന്ന ഒരു കാര്യമാണ് ബൈബിൾ ക്യാരക്ടേഴ്സ്. വി ഓൾ ലവ് ടു ലിസൺ ടു സ്റ്റോറീസ്. കഥകൾ കേൾക്കുവാൻ നമുക്ക് എല്ലാവർക്കും എപ്പോഴും ഏത് വയസ്സിലും നമുക്ക് ആഗ്രഹമാണ്. പ്രത്യേകിച്ച് നമ്മൾ വേദപുസ്തകം വായിച്ചു നോക്കുമ്പോൾ ഉൽപ്പത്തി തുടങ്ങി വെളിപ്പാട് വരെയുള്ള ഈ 66 പുസ്തകങ്ങൾ നമ്മൾ നോക്കുമ്പോൾ there are plenty of characters. Bible is full of vivid characters, lively characters. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും തന്നെ നമുക്ക് ഇഷ്ടംപോലെ കഥാപാത്രങ്ങളെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ ബയോഗ്രഫിക്കൽ ബൈബിൾ എന്ന് പറയുന്ന ഒരു ബൈബിൾ ഉണ്ട്. അതിന്റെ ഒരു എഡിഷനിൽ അവർ പറഞ്ഞിരിക്കുന്നത് വേദപുസ്തകത്തിൽ ഏകദേശം 3237 ബൈബിൾ ക്യാരക്ടേഴ്സ്, 3237 ക്യാരക്ടേഴ്സ് ബൈബിളിൽ ഉണ്ടെന്നാണ് അവര് കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഏകദേശം 1443 പേർക്ക് they don't have a unique identity. ചിലരുടെ പേര് പറഞ്ഞിട്ടില്ല. ചിലരുടെ പേര് ഒരേ പേര് പലർക്ക് വേദപുസ്തകത്തിൽ വരുന്നുണ്ട്. സോ ദേ ഡോണ്ട് ഹാവ് എ യുണീക്ക് ഐഡന്റിറ്റി. സോ അങ്ങനെയുള്ള ക്യാരക്ടേഴ്സും വേദപുസ്തകത്തിൽ ഒത്തിരി ഉണ്ട്. പ്രിയപ്പെട്ടവരെ, അതുപോലെ നമുക്ക് അറിയുന്ന വേറൊരു കാര്യം, there are like when you read about people like ദാവീദിനെ പോലെയുള്ള വ്യക്തികളെ കുറിച്ച് പഠിക്കുവാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ there is so much to read. വേദപുസ്തകത്തിൽ അവരെ കുറിച്ച് ഒത്തിരിയേറെ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിൽ ദാവീദിനെ കുറിച്ച് 66 അധ്യായങ്ങളാണ് ഉള്ളത്. 66 ചാപ്റ്റേഴ്സ് ദാവീദ് എന്ന് പറയുന്ന ഒരു വ്യക്തിനെ കുറിച്ച്. പുതിയ നിയമത്തിലും ദാവീദിനെ കുറിച്ച് ഏകദേശം 50-ൽ കൂടുതൽ റെഫറൻസസ് പുതിയ നിയമത്തിലും വരുന്നുണ്ട്. എന്നാൽ നമുക്കറിയാം there are characters in the Bible about whom we don't read much. ഒരു ചില കഥാപാത്രങ്ങളെ കുറിച്ച് നമുക്ക് ഒത്തിരി ഒന്നും പറഞ്ഞിട്ടില്ല. Some of them maybe like 1 line, 2 sentences. ഒരു ചിലരെ കുറിച്ച് ഒത്തിരി നമുക്ക് പറഞ്ഞിട്ടില്ല, എന്നാൽ അവരെ കുറിച്ച് വേദപുസ്തകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ whether there's so much written about them or very little written about them, പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവവചനം വായിച്ചു നോക്കുമ്പോൾ ദൈവം ഇവരെ കുറിച്ചൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് നമുക്ക് പ്രയോജനമായി തീരുവാനാണ്. All these characters in the Bible are portrayed there by the Holy Spirit as an example, as a way of teaching us. നമുക്ക് പാഠങ്ങളായിട്ട്. പാഠങ്ങൾ എന്ന് പറയുമ്പോൾ there are many lessons that we can learn. ചില കഥാപാത്രങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നല്ല കാര്യങ്ങൾ പഠിക്കുവാൻ നമുക്ക് ഒത്തിരി ഉണ്ട്. മോട്ടിവേഷണൽ ക്യാരക്ടേഴ്സ്. Then there are characters which provide us warning. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വാർണിംഗ്സ് കൊടുക്കുന്ന ഒരു ചില കഥാപാത്രങ്ങളും ഉണ്ട്. Then there are characters where you have both positive and negative things.
ആ രീതിയിലും നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ 4 ആഴ്ചകളിൽ വിത്ത് ഗോഡ്സ് ഗ്രേസ് ഐ വോണ്ട് ടു ഡീൽ വിത്ത് 3 individuals and 1 family. ആദിമ സഭയിൽ ഡ്യൂറിംഗ് ദ ഫസ്റ്റ് സെഞ്ചുറി ആദിമ സഭയിൽ ഉണ്ടായിരുന്ന ഈ 3 വ്യക്തികളെ കുറിച്ചും ഒരു കുടുംബത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. To start with, today I want to focus on one character that we have in Acts chapter 6. പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ കുറെ ക്യാരക്ടേഴ്സ്, ഒരു 7 ക്യാരക്ടേഴ്സിനെ അവിടെ നമ്മൾ കാണുന്നുണ്ട്. 7 പേരുടെ പേര് നമുക്ക് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ വരുന്ന ആ ലിസ്റ്റിൽ പെടുന്ന ഫിലിപ്പോസ് എന്ന് പറയുന്ന ആ വ്യക്തിനെ കുറിച്ച്. ഫിലിപ്പ്, വേറൊരു ഫിലിപ്പും കൂടെ ഉണ്ട് വേദപുസ്തകത്തിൽ, പുതിയ നിയമത്തിൽ, വൺ ഓഫ് ദ 12 ഡിസൈപ്പിൾസ്. അതുകൊണ്ടാണ് ഈ ഫിലിപ്പോസിനെ കുറിച്ച് പറയുമ്പോൾ കൂടെ നമ്മൾ എപ്പോഴും ചേർത്ത് പറയാറുള്ള വേറൊരു കാര്യം ഫിലിപ്പ് ദ ഇവാഞ്ചലിസ്റ്റ്, സുവിശേഷകനായ ഫിലിപ്പോസ്. ആ വ്യക്തിനെ കുറിച്ചാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ ഫിലിപ്പോസിന്റെ ജീവിതം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഐ ബിലീവ് ദ ഹോളി സ്പിരിറ്റ് വാണ്ട്സ് ടു ടീച്ച് us some life lessons. നമ്മുടെ ജീവിതത്തിലോട്ട്, നമ്മുടെ സഭാജീവിതം, നമ്മുടെ ഫാമിലി ലൈഫ്, അല്ലെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ ലൈഫ്, ഇതിനൊക്കെയും ഈ ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കുവാൻ പല കാര്യങ്ങളും ഉണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് ഈ ഫിലിപ്പോസിനെ നമ്മൾ കാണുന്നത് ആക്ട്സ് ചാപ്റ്റർ 6-ലാണ്. അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. ഫിലിപ്പ് എന്ന് പറയുന്ന ഈ വ്യക്തി ആദ്യമായിട്ട് നമ്മൾ കാണുന്നത് വേദപുസ്തകത്തിൽ യെരുശലേം സഭയിൽ, ചർച്ച് ഓഫ് ജെറുസലേം. പ്രിയപ്പെട്ടവരെ, ഈ ഫിലിപ്പ് എന്നുള്ള ആ വാക്ക്, ആ പേര്, അത് തന്നെയും നമ്മെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഹി വാസ് നോട്ട് എ ജൂ ബോൺ ഇൻ ജെറുസലേം. യെരുശലേമിൽ ജനിച്ചു വളർന്ന ഒരു യഹൂദനല്ല ഫിലിപ്പ്. ദ നെയിം ഫിലിപ്പ് ഇറ്റ്സെൽഫ് ഷോസ് വൺ തിങ് വെരി ക്ലിയർ, ഹി വാസ് എ ഹെലനിസ്റ്റിക് ജൂ. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, പുതിയ നിയമത്തിന്റെ കാലഘട്ടത്തിൽ 2 രീതിയിലുള്ള യഹൂദന്മാരെയാണ് നമ്മൾ കാണുന്നത്. ഒന്ന് ഹെബ്രായിക് ജ്യൂസ് എന്ന് പറയും. പൗലോസ് തന്നെ പറയുന്നുണ്ടല്ലോ, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ പൗലോസ് തന്നെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, ഐ എം എ ഹീബ്രു ഓഫ് ദ ഹീബ്രൂസ് എന്നാ പറയുന്നത്. ഹീബ്രു ഓഫ് ദ ഹീബ്രൂസ്, അതിന്റെ അർത്ഥം എബ്രായ ഭാഷ സംസാരിക്കുന്ന എബ്രായൻ. അപ്പൊ എബ്രായ ഭാഷ സംസാരിക്കാത്ത എബ്രായന്മാരും ഉണ്ടായിരുന്നു. ആൻഡ് ദേ വർ കോൾഡ് as ഹെലനിസ്റ്റിക് ജ്യൂസ്, അല്ലെങ്കിൽ ഗ്രീക്ക് ജ്യൂസ് എന്ന് പറയും. അപ്പൊ ഇവര് ആരാണ്? നമുക്കറിയാം, 1-ാം നൂറ്റാണ്ടിലും യഹൂദന്മാർ പല സ്ഥലങ്ങളിൽ, റോമ സാമ്രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിൽ അവർ ജീവിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ ജുഡയ എന്ന് പറയുന്ന ആ ടെറിട്ടറിയുടെ വെളിയിൽ വളർക്കപ്പെട്ടവർ, ഇപ്പൊ ഞങ്ങളെ പോലെ ആൾക്കാർ, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു എന്തോ പറഞ്ഞത്, ഒരു മലയാളി ആണോ എന്ന് ചോദിച്ചാൽ മലയാളിയാണ്, പക്ഷെ കേരളത്തിന്റെ വെളിയിൽ ജനിച്ചു വളർന്ന മലയാളികൾ, അതേപോലത്തെ ആൾക്കാരിൽ ഒരാളാണ് ഈ ഫിലിപ്പോസ്. ഇപ്പൊ ഈ ഫിലിപ്പോസിനെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ ജെറുസലേമിലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ ഫിലിപ്പോസ് എങ്ങനെ ജെറുസലേമിൽ എത്തി, അതിനെക്കുറിച്ച് വേദപുസ്തകം നമുക്ക് ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. എന്നാൽ പ്രവർത്തികൾ 2-ാം അധ്യായത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, പെന്തിക്കോസ്, നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, പെന്തിക്കോസ്റ്റ് ദിനം. ആ പെന്തിക്കോസ്റ്റ് ഫെസ്റ്റിവലിന് വേണ്ടി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും യഹൂദന്മാർ അവിടെ കൂടിയിരുന്നു. അപ്പോഴാണല്ലോ പരിശുദ്ധാത്മാവ് അവിടെ വരികയും ആദ്യമായിട്ട് ആ സഭ അവിടെ സ്ഥാപിക്കുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ ഈ ഫിലിപ്പോസ് ആ ഫെസ്റ്റിവലിന് വേണ്ടി യെരുശലേമിൽ വന്ന ഒരു വ്യക്തിയായിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ നമ്മൾ അറിയുന്നത് പോലെ ആ പത്രോസിന്റെ പ്രസംഗം കേട്ട് 3000 പേര് രക്ഷിക്കപ്പെട്ടു നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. ആ 3000 പേര് രക്ഷിക്കപ്പെട്ടതിൽ ഒരു വ്യക്തി ആയിരുന്നിരിക്കാം ഈ ഫിലിപ്പോസ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ഫിലിപ്പോസിനെ കാണുമ്പോൾ ഹീസ് എ ആക്റ്റീവ് മെമ്പർ ഓഫ് ദ ലോക്കൽ ചർച്ച്. ആ സ്ഥലം സഭയിൽ
ഉണ്ടായിരുന്ന ഒരു ആത്മീയ ഒരു കഥാപാത്രമായിട്ടാണ് ഈ ഫിലിപ്പോസിനെ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ 6-ാം അധ്യായം ആക്ട്സ് ചാപ്റ്റർ 6ന്റെ പശ്ചാത്തലം നമുക്കറിയാം, ബാക്ക്ഗ്രൗണ്ട്. ആദിമസഭ വളരുന്നു. There were many people who were getting transformed. They were joining the church. 6-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം നമ്മെ ഓർപ്പിക്കുന്നത് ആസ് ദ ഡിസൈപ്പിൾസ് മൾട്ടിപ്ലൈ, ശിഷ്യന്മാര് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുവാണ്, ആഡ് ചെയ്യുമല്ല, they were multiplying. അപ്പൊ ആ സാഹചര്യത്തില് ഒരു വലിയ ആവശ്യമാണ് ആ ആദിമ സഭയിൽ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, പലരും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയാറുണ്ട്, ഒരു പ്രോബ്ലം ആയിട്ട് പലരും ഈ 6-ാം അധ്യായത്തിൽ കാണുന്ന കാര്യം പറയാറുണ്ട്. ബട്ട് ഐ സീ ഇറ്റ് ആസ് എ നീഡ്. ആദിമ സഭയിൽ നമ്മൾ കാണുന്ന ഒരു വലിയ ആവശ്യമാണ്. എന്താണ് ആവശ്യം? പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ 2 ടൈപ്പ് ജൂയിഷ് പീപ്പിൾ, ഹെലനിസ്റ്റിക് ജ്യൂസ്, യഹൂദയുടെ പുറത്ത് ജനിച്ച് വളർത്തപ്പെട്ട യഹൂദന്മാർ, ഹെബ്രായിക് ജ്യൂസ്, അവിടെ തന്നെ ജനിച്ചു വളർന്ന യഹൂദന്മാർ, ഇവരെല്ലാം ഇപ്പൊ ആദിമ സഭയിലുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ദ ഹെലനിസ്റ്റിക് ജ്യൂസ് കംപ്ലൈന്റ്, അവരുടെ വിഡോസിനെ ഓവർലുക്ക് ചെയ്തെന്നുള്ള വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ആദിമ സഭയിൽ പാവപ്പെട്ടവർ എത്രയോ പേരുണ്ടായിരുന്നു. അപ്പൊ ആദിമ സഭ ഇവരെ കരുതുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. They were really concerned about these poor widows. So the church had a food distribution program. അപ്പൊ അങ്ങനെ അത് നടത്തിക്കൊണ്ട് വന്നപ്പോൾ അവിടെ ഒരു ആവശ്യമാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഈ സഭയിൽ ആൾക്കാരുടെ എണ്ണം കൂടുമ്പോൾ ഇവിടെ ഒരു ആവശ്യം, പുതിയൊരു ആവശ്യം വരുന്നു. That for the distribution, smooth functioning of this food distribution program, they wanted some leaders. അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന പോലെ for the ministry of the tables, ഈ ഫുഡ് ശരിക്കും എല്ലാവരുടെ കയ്യിലും പോയി എത്തുന്നുണ്ടോ എന്നുള്ള ആ കാര്യം ഓവർലുക്ക് ചെയ്യുവാൻ, സൂപ്പർവൈസ് ചെയ്യുവാൻ ചില വ്യക്തികൾ അവിടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് വായിക്കുന്ന പോലെ അപ്പോസ്തലന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതിന് സമയമില്ല. അവര് പറഞ്ഞതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ഞങ്ങൾക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ശുശ്രൂഷ പ്രാർത്ഥിക്കുക, ദൈവവചനം പറയുക. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് നോക്കിക്കൊണ്ട് നിൽക്കുവാനുള്ള സമയം ഞങ്ങൾക്കില്ല. അപ്പൊ അവര് സഭയിലുള്ള ആൾക്കാരുടെ അടുത്ത് അവർ പറഞ്ഞത്, നിങ്ങൾ തന്നെ ചൂസ് 7 ഫ്രം അമോങ് യു, നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക 7 പേരെ. അവര് ക്രൈറ്റീരിയ മാത്രം ഫിക്സ് ചെയ്തു. They said, when you look for people, see to that they are full of spirit and wisdom. ആത്മാവിന്റെ നിറവും ജ്ഞാനമുള്ള മനുഷ്യർ, വിവേകമുള്ള മനുഷ്യരെ നിങ്ങൾ എന്ത് ചെയ്യണം? ചൂസ് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്മാർ അവരല്ല ചൂസ് ചെയ്തത്, സഭയാണ് അവിടെ ചൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കാണുന്ന ഒരു കാഴ്ച, ഇവിടെ ആദിമ സഭയിൽ അപ്പോസ്തലന്മാർ ആ സഭയിലുള്ള അവിടെ ഉണ്ടായിരുന്ന വിശ്വാസികളെ അവർക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. അതേപോലെ വിശ്വാസികൾക്കും അപ്പോസ്തലന്മാരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ പ്രിയപ്പെട്ടവരെ അവർ ക്രൈറ്റീരിയ സെറ്റ് ചെയ്ത് നിങ്ങൾ 7 പേരെ ചൂസ് ചെയ്യാൻ പറഞ്ഞു. വേദപുസ്തകം നമുക്ക് വ്യക്തമാക്കുന്നില്ല ഈ ചൂസിങ് എങ്ങനെയാ നടന്നെന്നുള്ളത്. കാരണം തൊട്ടടുത്ത വാക്യം നമ്മെ കാണിക്കുന്നത് 7 പേരെ അവർ ചൂസ് ചെയ്തു, കൊണ്ടുപോയി അപ്പോസ്തലന്മാരുടെ മുമ്പിൽ നിർത്തി. അവർക്ക് വേണ്ടി അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചു, ശുശ്രൂഷയിൽ ഏൽപ്പിച്ചു. ഓക്കെ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഈ ചൂസിങ്ങിനെ കുറിച്ച് വേദപുസ്തകം വ്യക്തമാക്കിയിട്ടില്ലെങ്കിലും നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നതേ ഉള്ളൂ, ഇതെങ്ങനെ നടന്നു കാണും. ഒരുപക്ഷെ ആദിമ സഭയിൽ ഈ ആവശ്യം വന്നപ്പോൾ അപ്പോസ്തലന്മാരും സഭയിൽ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ they were looking for volunteers for this responsible and sensitive task. കാരണം ഇത് സാധാരണ ഒരു ടാസ്ക് അല്ല. കാരണം ഒന്നാമത് ഈ ആവശ്യം വന്നപ്പോൾ ഹെബ്രായിക് യഹൂദന്മാർക്കും ഹെലനിസ്റ്റിക് യഹൂദന്മാർക്കും ഇടയിൽ ഒരു പ്രശ്നം വരുവാനുള്ള സാധ്യതകളുണ്ട്.
So it had to be handled very, very sensitively. അത് മാത്രമല്ല, നമുക്കറിയാം വിഡോസ് ആണ്. പീപ്പിൾ ഹു ആർ ബീങ് സെർവ്ഡ്, ദേ ആർ വിഡോസ്. സെൻസിറ്റീവ് ആയിട്ടുള്ള വ്യക്തികളാണ്, വയസ്സായ ആൾക്കാരാണ്. അവരെ ശരിക്കും കരുതേണ്ട രീതിയിൽ കമ്പാഷനേറ്റ് ആയിട്ട് കരുതേണ്ട ആവശ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്, നിങ്ങൾ ആൾക്കാരെ ചൂസ് ചെയ്യുമ്പോൾ സീ ടു ദാറ്റ് ദേ ആർ ഫുൾ ഓഫ് ദ സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിന്റെ നിറവില്ലാത്ത വ്യക്തികളാണെങ്കിൽ ഈ ആവശ്യത്തിനെ ശരിക്കും ഹാൻഡിൽ ചെയ്യുവാൻ പറ്റൂല. വിവേകം ഇല്ലാത്തവരാണെങ്കിൽ ഈ ശുശ്രൂഷ ചെയ്യുവാൻ പറ്റൂല എന്നുള്ളത് അപ്പോസ്തലന്മാർക്ക് ഉറപ്പായതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ ആ ക്രൈറ്റീരിയ ഫിക്സ് ചെയ്തത്. ഓക്കെ, ഇപ്പൊ ആ ചൂസിംഗിലോട്ട് നമുക്ക് പോകാം. എന്ത് സംഭവിച്ചു കാണും? പ്രിയപ്പെട്ടവരെ, 50ഓ 60ഓ പേരുള്ള സഭയെ കുറിച്ചല്ല നമ്മൾ വായിക്കുന്നത്, ആയിരങ്ങളുള്ള സഭയാണ്. You're talking about no more. ഒരു റഫ് എസ്റ്റിമേറ്റ്, ദ ലോവസ്റ്റ് റഫ് എസ്റ്റിമേറ്റ് അവർ പറയുന്നത്, അപ്പോസ്തല പ്രവൃത്തികൾ 6-ാം അധ്യായത്തിന്റെ അവിടെ എത്തുമ്പോൾ യെരുശലേം സഭയിൽ കുറഞ്ഞത് 5000-ൽ കൂടുതൽ ആൾക്കാർ ഉണ്ടായിരുന്നു കാണുമെന്നാണ് പറയുന്നത്. ദാറ്റ് ഇസ് ദ ലോവസ്റ്റ് എസ്റ്റിമേറ്റ്. ഓക്കെ, എന്നാൽ അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കി, 5000 പേരുള്ള സഭയിൽ ഇപ്പോൾ അവർ 7 പേരെ അവര് തെരഞ്ഞെടുക്കണം. ജസ്റ്റ് ഇമാജിൻ ഹൗ ദിസ് പ്രോസസ് വുഡ് ഹാവ് ഗോൺ. ഒരുപക്ഷെ സഭയിലുള്ള വ്യക്തികൾ, സീനിയേഴ്സ് ആയിട്ടുള്ള വ്യക്തികൾ, അവിടെ ഉണ്ടായിരുന്ന എൽഡർലി പീപ്പിൾ, ഒരുപക്ഷെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവര് തമ്മിൽ ആരാണ് ഇതിന് റൈറ്റ് സൂട്ടബിൾ കാൻഡിഡേറ്റ്സ് എന്നുള്ളത് അവര് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവരുടെ കണ്ണിൽ പട്ട ഒരാളാണ് ഫിലിപ്പോസ്. So that means, no, we can be sure of one thing. Philippos was a man full of the Spirit and also full of wisdom. പരിശുദ്ധാത്മാവിന്റെ നിറവും വിവേകവും ഉള്ള ഒരു വ്യക്തിയായിരുന്നു ഫിലിപ്പോസ്. അതുകൊണ്ടാണ് അവനെ അവര് ചൂസ് ചെയ്യാനുള്ള കാരണം. എന്നാലും ഞാൻ ഇവിടെ പറയട്ടെ, പ്രിയപ്പെട്ടവരെ, ഈ ഒരു ശുശ്രൂഷ റെസ്പോൺസിബിൾ ആയിട്ട്, വിജിലന്റ് ആയിട്ട്, സെൻസിറ്റീവ് ആയിട്ടുള്ള ഈ ശുശ്രൂഷ ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ ശുശ്രൂഷയ്ക്ക് തങ്ങളെ അർപ്പണിക്കുന്ന കൊണ്ട്, തങ്ങളെ തന്നെ സമർപ്പിക്കുന്ന കൊണ്ട് ഇവർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇറ്റ് വാസ് നോട്ട് എ സാലറീഡ് പൊസിഷൻ. ഇത് സാലറി കിട്ടുന്ന ഒരു പൊസിഷൻ അല്ല. അത് മാത്രമല്ല, ഇതേതാണ്ട് വലിയൊരു ഓണററി പൊസിഷനും അല്ല. ശരിക്കും പറഞ്ഞ സെർവിങ് ദ ടേബിൾസ്, അങ്ങനെയാണ് വായിക്കുന്നത്, മേശയുടെ ശുശ്രൂഷ. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഈ ശുശ്രൂഷക്കാണ് അവർ അന്വേഷിച്ചത്. ഐ എം ജസ്റ്റ് ഇമാജിനിങ് they would have gone to Philip and asked him, Philip, you know there is a need in the church. ഫിലിപ്പോസേ, നിനക്കറിയാം സഭയിൽ ഒരു ആവശ്യമുണ്ടെന്നുള്ളത്. ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഈ ശുശ്രൂഷയ്ക്ക് പറ്റിയ ആള് നീയാന്നുള്ളത് ഞങ്ങൾ ചിന്തിക്കുന്നു. വുഡ് യു ലൈക്ക് ടു വോളണ്ടിയർ യുവർസെൽഫ്? പ്രിയപ്പെട്ടവരെ, ദൈവ ശുശ്രൂഷ എല്ലാം വോളണ്ടറി ശുശ്രൂഷയാണ്. ആർക്കും നിർബന്ധിച്ച് ഏൽപ്പിക്കാൻ പറ്റിയതല്ല ദൈവ ശുശ്രൂഷയിൽ ഏത് കാര്യം. അപ്പൊ ഇവിടെയും ഫിലിപ്പോസിന് ആവശ്യബോധ്യം മനസ്സിലായി. സഭയിൽ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട്. സാധാരണ ഒരു ശുശ്രൂഷയല്ല, ഒത്തിരി ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാന് ഇതിനു വേണ്ടി എന്നെ സമർപ്പിക്കുന്നു. ഐ തിങ്ക് ദിസ് ഇസ് ഹൗ ഇറ്റ് വുഡ് ഹാവ് ഹാപ്പൻ. നോബഡി ഫോഴ്സ്ഡ് ഫിലിപ്പ്. അതുപോലെ ആരും ഫിലിപ്പിന്റെ അടുത്ത് ഞങ്ങൾ ഇത്രയും അനുകൂലങ്ങൾ തരാം, നീ ഒരു ഡീക്കനായി കഴിഞ്ഞാല് ഈ അനുകൂലങ്ങളൊക്കെ ഉണ്ട് എന്നൊന്നും പറഞ്ഞല്ല പ്രിയപ്പെട്ടവരെ ഈ ഫിലിപ്പോസിനെ അവര് വിളിച്ചത്. You know what? There was a need and Philip volunteered himself to be a deacon. ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇന്ന് 2000 വർഷത്തിന് ശേഷം ഇന്ന് നമ്മൾ ഡീക്കൻ എന്നുള്ള വാക്കൊക്കെ ഒരു സഭയിൽ ഉപയോഗിക്കുമ്പോൾ മിക്കവാറും അതൊരു ടൈറ്റിൽ ആയിട്ടാണ് പലരും കാണുന്നത്, അല്ലെ? എൽഡേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, അതിനപ്പുറം ഡീക്കൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്. നമ്മുടെ ഇടയിലൊക്കെ ഒരു ടൈറ്റിൽ ആയിട്ടാണ് അത് കാണുന്നത്.
What is the meaning of the word deacon? ശുശ്രൂഷകൻ. Somebody who ministers. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പാഠമായിട്ട് പഠിക്കാനുള്ള ആദ്യത്തെ കാര്യം, ഹൗ ഡു വി റെസ്പോണ്ട് ടു എ കിങ്ഡം നീഡ്? ദൈവം നമ്മുടെ മുൻപിൽ, ദൈവരാജ്യത്തിന്റെ ഒരു ആവശ്യം നമ്മുടെ മുൻപിൽ ദൈവം കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ, ഹൗ ഡു വി റെസ്പോണ്ട് ടു ദാറ്റ്? പ്രിയപ്പെട്ടവരെ, ചിലപ്പോൾ അത് നമ്മുടെ സ്ഥലം സഭയിലായിരിക്കാം, നമ്മുടെ ചുറ്റുപാടുകളിലായിരിക്കാം, നമ്മുടെ ഇന്ത്യൻ രാജ്യത്തിലായിരിക്കാം, അല്ലെങ്കിൽ വിദേശത്തായിരിക്കാം. നമ്മുടെ മുൻപിൽ ദൈവം ഒരു ആവശ്യം, തന്റെ രാജ്യത്തിൽ ഒരു ആവശ്യം കൊണ്ടുവന്ന് വെക്കുമ്പോൾ, ഹൗ ഡു യു റെസ്പോണ്ട് ടു ദാറ്റ്? നമ്മൾ പലരും, ഞാൻ പറയട്ടെ, സുവിശേഷ വേലയിലെ കാര്യത്തിനെ കുറിച്ചായാലും നമ്മളിൽ പലരും പറയാറുള്ളത്, എനിക്ക് ദൈവം അങ്ങനെ ഒരു വിളി കൊടുത്തിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകം നമ്മൾ വായിച്ചു നോക്കിയാൽ ഒരു ചിലർക്ക് ദൈവം നേരെ വിളിച്ചവരുണ്ട്, ഒരു ചിലര് അവർക്ക് പ്രത്യേക വിളിയൊന്നും ലഭിച്ചിട്ടില്ല. അവരുടെ മുമ്പിൽ ദൈവം ആവശ്യം കൊണ്ടുവന്ന് കാണിച്ചു. ആ ആവശ്യം അവർ മനസ്സിലാക്കി തങ്ങളെ തന്നെ അവർ സമർപ്പിച്ചു. നെഹമ്യാവിന്റെ ജീവിതം നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ, ബുക്ക് ഓഫ് നെഹമായ. എവിടെയാണ് നെഹമ്യാവിനെ ദൈവം രാത്രിയോ സ്വപ്നത്തിലോ വന്ന് വിളിച്ചതായിട്ടൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പൊ നെഹമ്യാവിന്റെ ജീവിതം നോക്കുമ്പോൾ, നെഹമ്യാവ് യെരുശലേമിലുള്ള ആ മതില് ഇപ്പോഴും അത് ഡെവസ്റ്റേറ്റഡ് സ്റ്റേറ്റിൽ ഉണ്ടായിട്ടുള്ളത് മനസ്സിലാക്കിയപ്പോൾ, when he heard the walls around Jerusalem was still in ruins, he asked God, Lord, what should I do? പ്രാർത്ഥിച്ചു തുടങ്ങി, ദൈവമേ ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടല്ലോ, ഞാൻ എന്താ ദൈവമേ ചെയ്യേണ്ടത്? പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥനയുടെ ഒടുവിലാണ് 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ആവശ്യം കണ്ണിന്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ദൈവം പറഞ്ഞു, നെഹമ്യാവേ, നീ ഈ പ്രവർത്തനം ചെയ്യുവാൻ നീ പോകണം. പ്രിയപ്പെട്ടവരെ, മോശയുടെ ജീവിതം ഒന്ന് നോക്കിയേ. മോശയെ ദൈവം പിന്നെ വിളിച്ചു, അത് നമുക്കറിയാം, ഫ്രം ദ ബേണിംഗ് ബുഷ്. എന്നാൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നത് 40 വയസ്സ് മോശയ്ക്ക് ഉണ്ടായിരുന്നപ്പോൾ മോശ അവിടെ പോയി നോക്കി. അങ്ങനെയാണ് വേദപുസ്തകം പറയുന്നത്. ഈ എബ്രായർക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് മോശ അവിടെ ചെന്ന് നോക്കി. എവിടുന്ന്? പാലസിന്ന് ഇറങ്ങിപ്പോയി മോശ എബ്രായരുടെ സ്ഥലത്ത് പോയി നോക്കി. മോശ പോയി കണ്ട കാഴ്ച, ഒരു ആവശ്യമാണ് മോശയുടെ മുമ്പിൽ കണ്ടത്. അയ്യോ, ഞങ്ങളുടെ ജാതി അല്ലെങ്കിൽ ഈ എബ്രായർ, ദൈവത്തിന്റെ ജനമായ ഇവര് കഷ്ടപ്പെടുന്നല്ലോ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ, ഈ ആവശ്യബോധ്യം വന്നപ്പോൾ മോശ എന്തെങ്കിലും ചെയ്യണമെന്നുള്ളത് തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, മൊർദെഖായി എസ്തറിന്റെ അടുത്തും പോയി പറയുന്നത് ഇതാണ്, എസ്തറെ, ഒരു ആവശ്യമുണ്ട്, ദൈവരാജ്യത്തിൽ ഒരു ആവശ്യമുണ്ട്, എസ്തറെ നീ എന്തെങ്കിലും ചെയ്യണം. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളോട് തന്നെയാണ്. ഐ എം ആസ്കിങ് ഓൾ ഓഫ് us. നമ്മുടെ മുമ്പിൽ ദൈവം തന്റെ രാജ്യത്തിന്റെ ആവശ്യങ്ങൾ നമ്മെ ഓർപ്പിക്കാറുണ്ടോ? പലപ്പോഴും എന്താ നമ്മുടെ പ്രശ്നം അറിയോ? നമുക്ക് നമ്മുടെ സ്വന്തം ജീവിതത്തിന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ കാര്യങ്ങൾ, നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ, മക്കളുടെ കാര്യങ്ങൾ, നമ്മുടെ ജോലിയുടെ കാര്യങ്ങൾ, ഇത് തന്നെ നമ്മൾ ചിന്തിക്കുകയും ഇത് തന്നെ നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നതുകൊണ്ട് we are not able to see the needs around us. പ്രിയപ്പെട്ടവരെ, ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്, യെരുശലേം സഭയിൽ, സ്ഥലം സഭയിൽ ഒരു ആവശ്യം വന്നപ്പോൾ ആ ആവശ്യം അറിഞ്ഞ് തന്നെത്താനെ ആ ശുശ്രൂഷ ചെയ്യുവാൻ ഏൽപ്പിച്ച ഒരു വ്യക്തിയാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഒരു സംഭവം പറയട്ടെ. ഇവിടെ ഒരു നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് കാണുന്നുണ്ടല്ലോ, ലെറ്റ് മൈ ഹാർട്ട് ബി ബ്രോക്കൻ വിത്ത് ദ തിങ്സ് ദാറ്റ് ബ്രേക്ക് ദ ഹാർട്ട് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ ഹൃദയം, അതിനെ ബ്രേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്റെ ഹൃദയത്തിനെയും ബ്രേക്ക് ചെയ്യട്ടെ. ഇത് പറഞ്ഞ വ്യക്തി ബോബ് പിയേഴ്സ് ആണ്. അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരു ശുശ്രൂഷകനായിരുന്നു. 1947 ചൈനയ്ക്ക് പോയി ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി. ചൈനയിൽ
ഈ ദൈവദാസൻ കണ്ട കാഴ്ചകൾ, അവിടുത്തെ പട്ടിണി, അവിടുത്തെ ആൾക്കാരുടെ ആ ജീവിതം, അവരുടെ ഓപ്പറേഷൻ, ഇതെല്ലാം കണ്ട് ഈ ദൈവദാസന്റെ മനസ്സ് പൊട്ടിക്കരഞ്ഞു. തന്റെ ശുശ്രൂഷ ചൈനയിൽ അവസാനിക്കുന്ന ആ സമയം വന്നപ്പോൾ ഒരു പ്രത്യേക സംഭവം സംഭവിച്ചു. പുള്ളി അവിടുന്ന് ചൈനയിൽ തിരിച്ച് തന്റെ നാട്ടിലോട്ട് പോകുവാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു നൺ, കാത്തലിക് നൺ, കന്യാസ്ത്രീ, ഒരു ചെറിയ പെൺകുഞ്ഞിനെ കൊണ്ടുവന്ന് ഈ ശുശ്രൂഷന്റെ മുമ്പിൽ നിർത്തിയിട്ട് പറഞ്ഞു, ഇത്രയും നാളും ഇവളെ ഞാനാണ് അവളെ ഫീഡ് ചെയ്യുകയും അവളെ ശുശ്രൂഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. എന്റെ കയ്യിൽ കാശില്ല, തുടർന്ന് ഇത് ചെയ്യുവാനുള്ള കാശ് എനിക്കില്ല. ഇവക്ക് അപ്പനമ്മയൊക്കെ വീട്ടിൽ നിന്ന് അവളെ പറഞ്ഞു വിട്ടു. ഐ എം ടേക്കിംഗ് കെയർ ഓഫ് ദിസ് ചൈൽഡ്. വാട്ട് ക്യാൻ യു ഡു ഫോർ ദിസ് ലിറ്റിൽ വൺ? ഇവക്ക് വേണ്ടി നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ഒട്ടും പ്രതീക്ഷിച്ചില്ല ഈ ദൈവദാസൻ. തന്റെ പോക്കറ്റിൽ കൈവിട്ട് എടുത്ത് നോക്കിയപ്പോൾ ഒരു $5 ബില്ലാണ് അന്ന് ഉണ്ടായിരുന്നത്, ഡോളർ. ആ $5 ഈ കാത്തലിക് നണ്ണിന്റെ കയ്യിൽ കൊടുത്തിട്ട് ഈ സഹോദരൻ പറഞ്ഞു, ബോബ് പിയേഴ്സ് പറഞ്ഞു, ഞാൻ തിരിച്ച് എന്റെ നാട്ടിൽ അമേരിക്കയിൽ പോയിട്ട് എല്ലാ മാസവും ഈ കുഞ്ഞിനെ നിങ്ങൾ ശുശ്രൂഷിപ്പാൻ ഞാൻ എല്ലാ മാസവും $5 തരാമെന്ന് പറഞ്ഞിട്ട് താൻ തിരിച്ച് തന്റെ നാട്ടിലോട്ട് യാത്രയായി. പോകുന്ന വഴിയിൽ പ്രിയപ്പെട്ടവരെ, ചൈനയിൽ കണ്ട കാഴ്ച പുള്ളിയുടെ മനസ്സിനെ അങ്ങ് കംപ്ലീറ്റ് ബ്രേക്ക് ചെയ്തു. സ്വന്തം നാട്ടിൽ ചെന്നിട്ടും ദൈവത്തോട് കരഞ്ഞ് ദൈവത്തോട് ചോദിച്ചു തുടങ്ങി, ദൈവമേ, ഇത്രയും വലിയ ആവശ്യങ്ങൾ ഈ ലോകത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ലോർഡ്, വാട്ട് ക്യാൻ ഐ ഡു? ദൈവമേ, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പ്രാർത്ഥിച്ച് വന്നപ്പോൾ ഈ ദൈവദാസന്റെ ഉള്ളിൽ ദൈവം കൊടുത്ത പ്രേരണയാണ്, ആ ഒരു ഇഗ്നിഷൻ ആണ് പ്രിയപ്പെട്ടവരെ പിന്നെ നമ്മൾ കാണുന്നത്. വൺ ഓഫ് ദ ലാർജസ്റ്റ് റിലീഫ് ഏജൻസീസ് ഇൻ ദ വേൾഡ് വിഷൻ വാസ് ഫൗണ്ടഡ് ബൈ ദിസ് മാൻ ഓഫ് ഗാഡ്. കാരണം എന്താണെന്നറിയോ? ആവശ്യങ്ങൾ കണ്ടു, ആ ആവശ്യങ്ങളെ സാധിപ്പിക്കുവാൻ ദൈവസന്നിധിയിൽ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ നമുക്കൊന്നും ഇത്ര വലിയ വേൾഡ് വിഷനെ പോലെ ഒരു ഓർഗനൈസേഷൻ തുടങ്ങാനോ ഇതിനു വേണ്ടി ഒന്നും അല്ലായിരിക്കും ദൈവം നമ്മെ വിളിക്കുന്നത്. പക്ഷെ ഞാൻ ചോദിക്കാനുള്ളത്, സ്ഥലം സഭയിൽ ദൈവം എന്തെങ്കിലും ആവശ്യങ്ങൾ നമുക്ക് കാണിക്കുന്നുണ്ടോ? ഇൻ ആർ ലോക്കൽ ചർച്ച്, ഇൻ ആർ നെയ്ബർഹുഡ്, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് ദൈവരാജ്യത്തിന്റെ ഏതെങ്കിലും ആവശ്യങ്ങൾ ദൈവം നമുക്ക് കാണിക്കുന്നുണ്ടോ? അങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഹൗ ആർ വി റെസ്പോണ്ടിങ് ടു ദാറ്റ്? പ്രിയപ്പെട്ടവരെ, ഫിലിപ്പോസ് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ക്യാൻ യു സീ ദാറ്റ്? അപ്പോസ്തല പ്രവൃത്തിയിൽ 6-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം പറയുന്നു, നമ്മൾ വായിക്കുന്നത്, ഞങ്ങൾ വായിക്കട്ടെ. Chapter 6 verse 7 we read, then the word of God spread and the number of disciples multiplied greatly in Jerusalem. പ്രിയപ്പെട്ടവരെ, ഫിലിപ്പോസിനെ പോലെ വ്യക്തികൾ ഒരു ആവശ്യം സഭയിൽ വന്നപ്പോൾ തങ്ങളെ താനെ അതിനുവേണ്ടി ഏൽപ്പിച്ചപ്പോൾ അതിന്റെ റിസൾട്ട് ആണ് the church again multiplied. Imagine what a blessing. ഫിലിപ്പോസ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയായ യെരുശലേം സഭയിൽ, ഇതേപോലത്തെ വ്യക്തികളായ യെരുശലേം സഭയിൽ ഉണ്ടായിരുന്നുകൊണ്ട് വാട്ട് എ ബ്ലെസ്സിങ് ടു അപ്പോസ്റ്റൽസ്. ആ അപ്പോസ്റ്റലന്മാർക്ക് എത്ര വലിയ റിലീഫാണ്. അവർക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അവർക്ക് ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ അവർക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റും. അവര് പ്രസംഗിക്കുവാനും അവര് പ്രാർത്ഥനയ്ക്കും തങ്ങളെ വിട്ടുകൊടുത്തു. ബിക്കോസ് there were people like Philip who was able to do the other service. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായിട്ട് ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ നമ്മൾ ഫിലിപ്പോസിനെ കാണുന്നത് ആക്ട്സ് ചാപ്റ്റർ 8-ലാണ്, പ്രവർത്തികൾ 8-ാം അധ്യായത്തിന്റെ. അതിന് ഒരു ചില വാക്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് വായിക്കാം. സോ ദാറ്റ് ഇറ്റ് റിയലി ഹെൽപ്സ് us. 4-ാം വാക്യം 5-ാം വാക്യം കൂടെ വായിക്കാം. പ്രവർത്തികൾ 8-ന്റെ വേഴ്സ് 4 and 5. I think one brother will help me in reading those verses in Malayalam. ചിതറിപ്പോയവർ വചനം സുവിശേഷിച്ചും കൊണ്ടും അവിടെ സഞ്ചരിച്ചു.
ഫിലിപ്പോസ് ശമര്യ പട്ടണത്തിൽ ചെന്ന് അവരോട് ക്രിസ്തുവിനെ പ്രസംഗിച്ചു. ഓക്കെ, പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ദൈവത്തിന്റെ പദ്ധതി അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്ലാന് യെരുസലേമിൽ വലിയൊരു കത്തീഡ്രൽ പണിയാനല്ലായിരുന്നു. യഹൂദന്മാരുള്ള വലിയ ഒരു മെഗാ ചർച്ച് ഉണ്ടാക്കുവാനല്ലായിരുന്നു ദൈവത്തിന്റെ പ്ലാൻ. ദൈവം അത് വ്യക്തമാക്കിയിരുന്നു. എപ്പോൾ? ബിഫോർ നോ ക്രൈസ്റ്റ് അസെൻഡഡ്. കർത്താവ് വ്യക്തമായി പറഞ്ഞു. പ്രവർത്തികൾ 1:8 നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ് പറഞ്ഞത്? യെരുസലേമിലും യഹൂദയിലും സമാരിയാവിലും എന്നിട്ട് ലോകത്തിന്റെ all nook and corner of the world you will have to carry this great commission. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആദിമസഭ, അപ്പോസ്തലന്മാർ ഉൾപ്പെടെ ആദിമസഭ ഈ ശുശ്രൂഷ ചെയ്തില്ല. ആദ്യത്തെ ഒരു ചില വർഷങ്ങൾ അവർ യെരുസലേമിനെ തന്നെ ഫോക്കസ് ചെയ്ത്, യഹൂദന്മാരെ തന്നെ ഫോക്കസ് ചെയ്ത് അവരവിടെ കാലം ചെലവാക്കി. പക്ഷെ ദൈവത്തിന്റെ പദ്ധതികൾ ഒന്നും അതിന് തടസ്സം വരില്ല. None of God's plans will ever be destroyed. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, 1:8 ഇങ്ങനെ ഓർത്താൽ മതി. When Acts chapter 1:8, when that does not happen, God orchestrates Acts 8:1. ഞാൻ തിരിച്ചു പറയട്ടെ, പ്രവർത്തികൾ 1:8 നടന്നില്ലെങ്കിൽ ദൈവം 8:1 ദൈവം നടത്തി കാണിക്കും. എന്താ ഞാൻ പറയുന്നതിന്റെ അർത്ഥം? ദൈവം എന്താ അവിടെ ചെയ്തത്? പ്രിയപ്പെട്ടവരെ, there was a persecution. ആ പെർസിക്യൂഷന്റെ സമയത്ത് all those Christians except the apostles, അങ്ങനെയാണ് വായിക്കുന്നത്, most of the Hellenistic Jews, they were dispersed. യെരുസലേമിൽ നിന്ന് അവർ ഓടേണ്ടി വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ വായിക്കുന്നുണ്ട് ഈ പ്രവർത്തികളുടെ 8-ാം അധ്യായത്തിന്റെ നമ്മൾ വായിച്ചു കേട്ട് 4-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, therefore those who were scattered went everywhere preaching the word. ഇപ്പൊ അങ്ങനെ ചിതറിപ്പോയവർ പോയ സ്ഥലത്തൊക്കെയും കർത്താവിനെ കുറിച്ച് അവര് പറഞ്ഞുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, ഫിലിപ്പോസ് എവിടെയാണ് പോയത്? ഫിലിപ്പോസ്, ഇംഗ്ലീഷ് ബൈബിൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ there is a kind of an intentional ഒരു ആസ്പെക്ട് കാണാൻ പറ്റും. Verse 5 you read, then Philip went down to the city of Samaria. It was a choice. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ചെതറി ഓടിയവർ പലരും പല സ്ഥലങ്ങളിൽ പോയി. ഫിലിപ്പോസ് ചെന്ന് എത്തിയത് സമാരിയ അല്ല, സിറ്റി ഓഫ് സമാരിയ. അങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാലോ, ഇവിടെ നമ്മൾ ഇതാണ് കാണുന്നത്. ഈ മാപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് കാണാം. ജെറുസലേം is down here. Philip was part of this church in Jerusalem. Samaria is on the northern side. മുകളിലോട്ടാണ് ഇപ്പൊ ഫിലിപ്പോസ് പോകുന്നത്, ടു ദ സിറ്റി ഓഫ് സമാരിയ. ഓക്കെ, അതേപോലെ നമുക്ക് അറിയുന്ന വേറൊരു കാര്യം നമ്മൾ എത്രയോ പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്. യഹൂദന്മാരുടെ കാഴ്ചപ്പാടിൽ സമാരിറ്റൻസ് എന്ന് പറയുന്നത് they are like almost ഔട്ട്കാസ്റ്റിന്റെ പുറകിലുള്ളവരാണ്. ഇഫ് യു ലുക്ക് അറ്റ് ദിസ് സോഷ്യൽ സ്ട്രക്ചർ, യഹൂദന്മാരുടെ സോഷ്യൽ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാല് അവര് പ്രാധാന്യം കൊടുത്തിരുന്നത് പുരോഹിതന്മാർക്കാണ്, അതിനപ്പുറം ലേവ്യർക്ക്, അതിനപ്പുറം ഇസ്രായേലിൽ ജനിച്ചു വളർന്ന യഹൂദന്മാർക്ക്. then you have no tax collector, outcast, sinners, ഇവരെയൊക്കെ വേറൊരു സോഷ്യൽ സ്ട്രാറ്റയിലാണ് അവർ വെച്ചത്. അതിന് ശേഷമാണ് സമാരിറ്റൻസ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഒരു യഹൂദൻ, നമ്മളിവിടെ കാണുന്നത് ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഒരു യഹൂദൻ താൻ ഇപ്പോൾ പോകുന്നത് ഇത്രയും നാളും യഹൂദന്മാർ സ്വീകരിക്കുവാൻ പോകുവാൻ മടിച്ച ഒരു സ്ഥലത്തോട്ടാണ് ഇപ്പോൾ ഈ ഫിലിപ്പോസ് പോകുന്നത്. ഇങ്ങനെ പോയപ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം സംഭവിച്ചു. എന്താണെന്നറിയോ? ദൈവം ആഗ്രഹിച്ചത് സംഭവിച്ചു. അങ്ങനെ ഞാൻ പറയട്ടെ, ദൈവം തന്റെ ഉള്ളിൽ ആഗ്രഹിച്ചത് ഫിലിപ്പോസ് ഇവിടെ സാധിച്ചു. എന്താണ് ദൈവം ആഗ്രഹിച്ചത്? യഹൂദന്മാരിൽ തന്നെ ഈ സുവിശേഷം അടങ്ങിയിരിക്കാനല്ല ദൈവം ആഗ്രഹിച്ചത്. He wanted the gospel to spread throughout the world. He wanted
the gospel to break barriers, cultural barriers. അപ്പൊ ദൈവത്തിന്റെ ആഗ്രഹമാണ് ഫിലിപ്പോസ് ഇവിടെ സാധിച്ചത്. എപ്പോൾ? സുവിശേഷമായി ഫിലിപ്പോസ് സമാരിയയിൽ എത്തിയപ്പോൾ. പ്രിയപ്പെട്ടവരെ, ഇറ്റ് വാസ് എൻ ഇന്റൻഷണൽ ഡിസിഷൻ. ഫിലിപ്പോസിന് എവിടെ വേണമെങ്കിലും പോകായിരുന്നു. ഒരുപക്ഷെ ഫിലിപ്പോസ് ഇങ്ങനെ ചിന്തിക്കായിരുന്നു, ഞാൻ യഹൂദനാണ്, ഞാൻ ഈ സമാരിയയിൽ പോകണ്ട, വേറെ എവിടെ വേണമെങ്കിലും പോകാം, ബട്ട് ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സമാരിയ. അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കായിരുന്നു. ഞാൻ വേറൊരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. അപ്പോസ്തലന്മാർ പോലും, ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്മാർക്ക് പോലും ഇപ്പോഴും യഹൂദന്മാരല്ലാത്ത ജാതിയിലിടം പോകുവാൻ ഇപ്പോഴും അവർക്ക് മടിയുള്ള സമയമാണ്. കാരണം എങ്ങനെ അറിയാം നമുക്ക്? പ്രവർത്തികൾ 10-ാം അധ്യായത്തിൽ പോലും, ഇതിനു ശേഷമാണ്, കൊർനെല്യോസിന്റെ വീട്ടിൽ പോകുവാൻ ആഹ്വാനം കിട്ടിയപ്പോൾ പത്രോസിന്റെ മനസ്സിൽ അപ്പോഴും ചോദ്യങ്ങളുണ്ട്. ഞാൻ ഒരു യഹൂദനാണ്, എങ്ങനെ പുറജാതികളുടെ വീട്ടിൽ പോകും? പത്രോസിന് വേണ്ടി ദൈവം പ്രത്യേക ഒരു കാഴ്ചപ്പാട് കൊടുക്കേണ്ട ആവശ്യം വന്നു. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്മാർ പോലും ഇതുവരെയും ചിന്തിക്കാത്ത കാര്യമാണ്. അപ്പോസ്തലന്മാർക്ക് പോലും ഹെസിറ്റേഷൻ ആയിട്ടിരുന്ന ഒരു കാര്യമാണ് ഇപ്പൊ ഫിലിപ്പോസ് ചെയ്യുന്നത്. സമാരിയയിൽ പോയി കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ എന്തൊക്കെയാണ് ദൈവം ഈ ഫിലിപ്പോസിനെ കൊണ്ട് ചെയ്തത് ഒന്ന് ചിന്തിച്ചു നോക്കി. ഫിലിപ്പോസ് ആരായിരുന്നു? ഫിലിപ്പോസിന്റെ ശുശ്രൂഷ എന്തായിരുന്നു യെരുശലേമില്? ഹി വാസ് ജസ്റ്റ് എ സൂപ്പർവൈസർ. ടേബിൾസ് അവിടെ നിന്നുകൊണ്ട് എല്ലാവർക്കും ആഹാരം ശരിക്കും കിട്ടുന്നുണ്ടോ, ഈ ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയായിരുന്നു ഫിലിപ്പോസ്. നമുക്കറിയാലോ, അപ്പോസ്തലന്മാരാണോ അവിടെ പ്രസംഗിക്കുന്നത്? അപ്പോസ്തലന്മാരാണ് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നത്. എവിടെ? യെരുശലേമിൽ. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഫിലിപ്പോസ് ഇപ്പൊ സമാരിയയിൽ ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ ഫിലിപ്പോസിനെ കുറിച്ച് എന്താ വായിക്കുന്നതെന്നറിയോ പ്രിയപ്പെട്ടവരെ? He was preaching the gospel. There were signs and wonders. പിശാചുകൾ പുറത്താകുന്നു. He was doing the role of an apostle in Samaria. ഒരു അപ്പോസ്തലന്റെ പ്രവൃത്തിയാണ് ഇപ്പൊ ഫിലിപ്പോസ് സമാരിയാവിൽ ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം ഈ രീതിയിലാണ് തന്റെ മക്കളെ ഉപയോഗിക്കുന്നത്. ഏത് രീതി? ഒരുപക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുവാണെങ്കിൽ മത്തായി സുവിശേഷം 25:21 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, വെൽ ഡൺ ഗുഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവന്റ്, യു ഹാവ് ബീൻ ഫെയ്ത്ത്ഫുൾ വിത്ത് എ ഫ്യൂ തിങ്സ്, ഐ വിൽ പുട്ട് യു ഇൻ ചാർജ് ഓഫ് മെനി തിങ്സ്. കൊടുത്ത ചെറിയ കാര്യങ്ങൾ വിശ്വസ്ത പാലിക്കുന്നവരെ ദൈവം എന്താ ചെയ്യുന്നതെന്നറിയോ? God begins to use them in a wider sphere. If you are faithful in the small little things that the Lord has entrusted into your hands, it is God's responsibility to multiply or expand your sphere of influence. പ്രിയപ്പെട്ടവരെ, ഫിലിപ്പോസ് സമാരിയാവിൽ എത്തി. ഫിലിപ്പോസിന്റെ ശുശ്രൂഷ, ഇറ്റ് വാസ് മോർ ദൻ ആൻ അപ്പോസ്റ്റൽ, പവർഫുൾ മിനിസ്ട്രി. ഒരു വാക്ക് നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. ഈ ഫിലിപ്പോസിന്റെ ശുശ്രൂഷയെ കുറിച്ച്, സമാരിയയിലുള്ള ശുശ്രൂഷയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, എങ്ങനെ സ്ഥലം സഭയിൽ ഒരു അനുഗ്രഹ പാത്രമായി ഫിലിപ്പോസ് ഉണ്ടായിരുന്നോ, ഇപ്പോൾ അതേ ഫിലിപ്പോസ് ഒരു ജാതിക്ക് അനുഗ്രഹമായി മാറി. He became a blessing to the Samaritans, to the entire community. കാരണം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയോ പ്രിയപ്പെട്ടവരെ? എട്ടാം അധ്യായത്തിന്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചേ. Chapter 8 verse 8. അങ്ങനെ ആ പട്ടണത്തിൽ വളരെ സന്തോഷമുണ്ടായി. And there was great joy in the city. Why? Because of one man. ഒരു മനുഷ്യൻ നിമിത്തം. It is because of Philip, who went to the city, preached the gospel and brought about a great transformation. പ്രിയപ്പെട്ടവരെ, ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ ദൈവകരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കുമ്പോൾ, ദൈവകരങ്ങളിൽ ദൈവം നമുക്ക് സ്ഥലം സഭയിലോ അല്ലെങ്കിൽ നമ്മൾ ഉള്ള സ്ഥാനത്ത് ദൈവം നമ്മെ ഏൽപ്പിച്ച ആ ശുശ്രൂഷ
അത് വിശ്വസ്തയോടെ ഫെയ്ത്ത്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമ്പോൾ ഗാഡ് എക്സ്പാൻസ് ഇറ്റ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമുക്ക് എന്താ പ്രശ്നം അറിയോ? എല്ലാവർക്കും അപ്പോസ്തലന്മാരാകണം അല്ലേ? ഇന്ന് എല്ലാവർക്കും തുടക്കത്തിൽ തന്നെ അപ്പോസ്തലന്മാരാകണം, തുടക്കത്തിൽ തന്നെയും പ്രാസംഗികരാകണം, തുടക്കത്തിൽ തന്നെയും വലിയ ശുശ്രൂഷകരാകണം. പക്ഷെ ദൈവത്തിന്റെ പദ്ധതിയിൽ, ദൈവത്തിന്റെ പാറ്റേൺ ഇസ് ഓൾവേസ് ദ സെയിം. യു പ്രൂവ് യുവർ സെൽഫ് ഫെയ്ത്ത്ഫുൾ in the smaller things the Lord has given you. God will see to that he will bless and expand your ministry. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം കൊടുത്തതിൽ വിശ്വസ്തത പാലിക്കാം, അനുഗ്രഹമായിട്ട് നമ്മൾ തീരും. നോട്ട് ഓൺലി ടു ദ ലോക്കൽ ചർച്ച്, സ്ഥലം സഭയ്ക്ക് ഒരു അനുഗ്രഹം മാത്രമല്ല, now you become a blessing to the larger community. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായിട്ട് ഈ ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ നമ്മൾ ഫിലിപ്പോസിനെ ആദ്യം യെരുശലേമിൽ കണ്ടു, പിന്നെ സമാരിയാവിൽ നമ്മൾ ഫിലിപ്പോസിനെ കണ്ടു. മൂന്നാമതായിട്ട് നമ്മൾ ഫിലിപ്പോസിനെ കാണുന്നത് 8-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. അതൊന്ന് നമുക്ക് വായിക്കാം. 8:26, Acts chapter 8 verse 26. അനന്തരം കർത്താവിന്റെ ദൂതൻ ഫിലിപ്പോസിനോട്, നീ എഴുന്നേറ്റ് തെക്കോട്ട് യെരുശലേമിൽ നിന്ന് ഗസയ്ക്കുള്ള നിർജ്ജനമായ വഴിയിലേക്ക് പോകുക എന്ന് പറഞ്ഞു. ഓക്കെ, പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ കാണുന്നത് ഫിലിപ്പോസ് ഇപ്പൊ സമാരിയയിൽ വലിയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹി ഈസ് ലൈക്ക് ദ അപ്പോസ്റ്റൽ. ഹി ഈസ് ലൈക്ക് ദ അപ്പോസ്റ്റൽ. സമാരിയയില് ഹി ഹാസ് ഗോട്ട് എ വെരി വെരി സിഗ്നിഫിക്കന്റ് പൊസിഷൻ. ഒന്ന് ചിന്തിച്ചു നോക്കി, അവിടെ പോയി ശുശ്രൂഷ ചെയ്ത് എത്രയോ ആൾക്കാരെ നേടി. ഉറപ്പായിട്ട് എവ്രിബഡി വുഡ് ഹാവ് ലുക്ക്ഡ് അപ്പ് ടു ഹിം. ഈ ഫിലിപ്പോസിനെ അവര് ഒരു ട്രഷറായിട്ട് കരുതി കാണും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ നല്ലൊരു ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം ഫിലിപ്പോസിനെ വിളിച്ചു പറയുന്നത്, ഫിലിപ്പോസെ, ഇറ്റ്സ് ടൈം ഫോർ യു ടു പാക്ക് അപ്പ് ഫ്രം സമാരിയ. സമാരിയയിൽ നിന്ന് നീ പോകുവാനുള്ള സമയമായി. ഇവിടെ നമ്മൾ വായിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, ആ 2 വാക്കുകൾ ഞാനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കട്ടെ. Now an angel of the Lord said to Philip. ഒരു ദൂതൻ ഫിലിപ്പിന്റെ അടുത്ത് പറഞ്ഞു, നീ ഇവിടുന്ന് എഴുന്നേറ്റ് go to the road. It's a roadside. Actually, now Philip's ministry is on the roadside. He was part of the Jerusalem church. Then he went to Samaria, the city ministry, and from there God is leading him to the desert road, to the wilderness. വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട്, ഇറ്റ്സ് എ ഡെസേർട്ട് റോഡ്. അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, 29-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ദ സ്പിരിറ്റ് ടോൾഡ് ഫിലിപ്പ്. ആത്മാവ് ഫിലിപ്പോസിനടുത്ത് സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങളുടെ മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കി. നമ്മളെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സ് വർക്ക് ചെയ്യുന്നത്? വി ഓൾവേസ് തിങ്ക് ഓഫ് അപ്വേർഡ് മൊബിലിറ്റി. ഒരു ചെറിയ ശുശ്രൂഷയിൽ നിന്ന് വലിയ ശുശ്രൂഷയിലോട്ട്, അതിനെക്കാട്ടിന് പിന്നെ ഒരു വലിയ ശുശ്രൂഷയിലോട്ട്. ഇങ്ങനെയാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുള്ളത്. മനുഷ്യരെന്നുള്ള നിലയിൽ നമ്മൾ പലപ്പോഴും വി ഓൾവേസ് തിങ്ക് ഓഫ് അപ്വേർഡ് മൊബിലിറ്റി. പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഫിലിപ്പോസിനടുത്ത് ദൈവം പറഞ്ഞു, ആത്മാവ് പറഞ്ഞു, ഫിലിപ്പോസെ, ഇവിടുന്ന് നീ പോകണം. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ പ്രവർത്തനം ഫിലിപ്പോസ് അവിടെ സിറ്റി ഓഫ് സമാരിയയിൽ ചെയ്തുകൊണ്ടിരുന്നാലും പരിശുദ്ധാത്മാവ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ ആത്മാവ്, ദൈവദൂതനിൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, അവിടുന്ന് എല്ലാം പാക്ക് ചെയ്ത് സമാരിയയിൽ നിന്ന് പുറത്ത് കിടക്കുവാൻ ഫിലിപ്പോസിന് ഒരു മടിയും ഉണ്ടായില്ല. ഒബീഡിയൻസ് ടു ദ ലീഡിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠമാണിത്. പരിശുദ്ധാത്മാവ് നയിക്കുന്നത് അനുസരിച്ച് എവിടെ വേണമെങ്കിലും പോകുവാൻ തയ്യാറ്, എന്ത് വേണമെങ്കിലും ചെയ്യുവാൻ തയ്യാറ്. He was totally under the control of the Holy Spirit. നമ്മൾ ആദ്യമേ കേട്ടല്ലോ, he was a man full of the Spirit. പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള മനുഷ്യൻ. ആരാണ് പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള മനുഷ്യൻ? പരിശുദ്ധാത്മാവ്
അവനെ ഒരു റിമോട്ട് കൺട്രോൾ പോലെ പരിശുദ്ധാത്മാവിന് ഉപയോഗിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവ് പറയുക ഗോ ടു ദ ലെഫ്റ്റ്, he will go to the left. പരിശുദ്ധാത്മാവ് പറയുക you go to the right, he will go to the right. പരിശുദ്ധാത്മാവ് പറയുക മുമ്പോട്ട് പോകും, പുറകോട്ട് പോകും, നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും. നമുക്കറിയാലോ പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാം വന്ന് ഈ റിമോട്ട് കൺട്രോൾ കാറൊക്കെ ഓടിക്കാൻ നമുക്ക് ചെറിയ പ്രായത്തിലൊക്കെ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു അല്ലെ. കയ്യില് ആ റിമോട്ട് വെച്ചിട്ട് യു പ്രസ് ദ റൈറ്റ് ബട്ടൺ ആൻഡ് ദ കാർ ഗോസ് ഇൻ ദ റൈറ്റ് സൈഡ്, and you press the left button, the car goes towards the left direction. അല്ലേ? You control it. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവാണ് ഇവിടെ ഫിലിപ്പോസിനെ ഇപ്പൊ കൺട്രോൾ ചെയ്യുന്നത്. ഒരുപക്ഷെ ഞാൻ ചിന്തിക്കട്ടെ അല്ലെ, അത്ര ഒരുപക്ഷെ ഒരു സിഗ്നിഫിക്കന്റ് പൊസിഷനിൽ നിന്ന് സിറ്റി ഓഫ് സമാരിയയിലെ ആ ചർച്ചില് ഒരു സിഗ്നിഫിക്കന്റ് പൊസിഷനിൽ നിന്ന് ഇപ്പൊ ഫിലിപ്പോസിനെ ദൈവം കൊണ്ടുപോയത് എവിടെ അറിയോ? ഒരു മനുഷ്യന്റെ അടുത്ത് ശുശ്രൂഷ ചെയ്യുവാൻ, ഒരു വ്യക്തിയുടെ അടുത്ത്. നമ്മളാണെങ്കിൽ ചോദിച്ചേനെ, ദൈവമേ എന്നെ യെരുശലേമിൽ നിന്ന് നീ സിറ്റിയിലോട്ട് കൊണ്ടുവന്നു, സിറ്റി ഓഫ് സമാരിയ, നീ അടുത്ത എങ്ങോട്ടാ ദൈവം എന്നെ കൊണ്ടുപോകുന്നത്? ഇതിനെക്കാട്ടും വലിയ ശുശ്രൂഷയാണോ നീ എനിക്ക് കൊടുക്കാൻ പോകുന്നത്? ദൈവം ഇപ്പോൾ കൊടുത്ത ശുശ്രൂഷ റോഡ് സൈഡിൽ ഒരു വ്യക്തിനെ കണ്ട് അവന് ചില കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. നമുക്കറിയാം ആരാന്നുള്ളത്, എത്യോപ്യൻ യൂണക്ക്. എത്യോപ്യ എന്ന് വന്ന ഒരു യൂണക്ക്. He was a God fearer who wanted to know more about God. ദൈവത്തിനെ കുറിച്ച് അധികം മനസ്സിലാക്കുവാൻ അവന് ആഗ്രഹമാണ്, പക്ഷെ അവന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. ഞാൻ എപ്പോഴും എന്റെ മനസ്സിൽ ഇത് ചിന്തിച്ച ഒരു കാര്യം, ദൈവം യെരുശലേമിൽ ഉണ്ടായിരുന്ന അപ്പോസ്തലന്മാരെ ആരെയും വിളിച്ച് നീ എത്യോപ്യൻ യൂണക്കിന് പോയി എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവ് അവരെ ആരെയും പറഞ്ഞു വിട്ടില്ല. അതിനു പകരം ഇവിടെ സിറ്റി ഓഫ് സമാരിയയില് വലിയ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തിനെ വിളിച്ചു പറഞ്ഞു, നീ ഇവിടം വിട്ട് അവിടെ ചെന്ന് അവന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, ആർ വി ഫ്ലെക്സിബിൾ? പരിശുദ്ധാത്മാവിന് നമ്മെ നയിക്കുവാൻ പറ്റുന്നുണ്ടോ? ആർ വി അലോവിങ് ദ സ്പിരിറ്റ് ഓഫ് ഗാഡ് ടു കൺട്രോൾ us? ഇതൊരു വലിയൊരു ചോദ്യമാട്ടോ. പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇറ്റ്സ് ആക്ച്വലി എ ടെറിബിൾ തിങ് ടു റീഡ് ദാറ്റ്. ക്ലൗഡ്, യഹൂദന്മാര് ദൈവജനം ആ യാത്ര ചെയ്ത് പുറപ്പാടിന്റെ ആ സമയത്ത് യാത്ര ചെയ്ത് വരുമ്പോൾ they were like remote controlled. എവിടെ ക്ലൗഡ് നിൽക്കോ they can pitch the tent. ക്ലൗഡ് എപ്പോ അവിടുന്ന് സ്ഥലം വിടുവോ they'll have to remove the tent and move on. ചിലപ്പോ ഒരു വർഷം നിൽക്കും, ചിലപ്പോ ഒറ്റ ദിവസം കൊണ്ട് ക്ലൗഡ് അവിടുന്ന് മാറിപ്പോകും. പ്രിയപ്പെട്ടവരെ, നമ്മളാണെങ്കിൽ എങ്ങനെയായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ദൈവമേ, എനിക്കിവിടെ നല്ല സുഖമാണ്, എനിക്കിവിടെ ഐ എം ഫീലിംഗ് കംഫർട്ടബിൾ, ഐ എം ഫീലിംഗ് ബ്ലെസ്ഡ് ഹിയർ. ഞാൻ ഇവിടുത്തെ ചർച്ചിൽ തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ശുശ്രൂഷയൊക്കെ ചെയ്തോണ്ട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കാം. ബട്ട് ഫിലിപ്പ് ഹാഡ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ആൻ ആറ്റിറ്റ്യൂഡ്. ഹി വാസ് വില്ലിംഗ് ടു ഗോ. ദൈവം പറഞ്ഞപ്പോൾ പാക്ക് ചെയ്ത് പോകാനുള്ള മനസ്സ് ഫിലിപ്പോസിന് ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഫിലിപ്പോസ് നമ്മെ ഓർപ്പിക്കുന്ന കാര്യം, willing to go wherever the Lord leads. willing to go. പരിശുദ്ധാത്മാവ് എവിടെ പോകാൻ പറയുന്നു അവിടെ പോകാനുള്ള ആ ഒരു ഒബീഡിയൻസ്. അത് മാത്രമല്ല, എന്ത് ചെയ്യാൻ പറയുന്നു അത് ചെയ്യുവാനുള്ള ആ ഒബീഡിയൻസ്. ഞാൻ ഒരു കാര്യം പറയട്ടെ പ്രിയപ്പെട്ടവരെ, അവിടെ സിറ്റി ഓഫ് സമാരിയയില് എന്താണ് ഫിലിപ്പോസ് ചെയ്യുന്നത്? ശക്തമായ കാര്യങ്ങൾ, പവർഫുൾ മിനിസ്ട്രി. ഇപ്പൊ എന്താണ് ചെയ്യാൻ പോകുന്നത്? ടു എക്സ്പ്ലെയിൻ ദ വേർഡ് ടു വൺ മാൻ. പക്ഷെ പരിശുദ്ധാത്മാവ് അതാണ് പ്രതീക്ഷിച്ചത്. അതുകൊണ്ട് അത് ചെയ്യുവാൻ ഫിലിപ്പോസ് പോകുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ പാട്ടിന്റെ വരികളൊക്കെ അറിയാം, ലിറിക്സ്. ഇംഗ്ലീഷ് പാട്ടിൽ താല്പര്യമുള്ളവർക്ക് ഇത് അറിയാം. ഷെപ്പർഡ് ഓഫ് മൈ സോൾ, ഐ ഗിവ് യു ഫുൾ കൺട്രോൾ, wherever you may lead I will follow. I have made the choice to listen for your voice, wherever you may lead I will go. പാടാനൊക്കെ എളുപ്പമുള്ള ഒരു പാട്ടാണ്, മനോഹരമായ ട്യൂൺ ഉള്ള ഒരു പാട്ടാണ്. ഷെപ്പർഡ് ഓഫ് മൈ സോൾ, ഐ ഗിവ് യു ഫുൾ കൺട്രോൾ, wherever you may lead I will follow. വാസ്തവമാണോ പ്രിയപ്പെട്ടവരെ? നമുക്കിത് പാടാൻ പറ്റുമോ? ദൈവമേ, നീ എന്നെ എവിടെ പോകാൻ പറഞ്ഞാലും ഞാൻ പോകും, എന്ത് ചെയ്യാൻ പറഞ്ഞാലും ഞാൻ ചെയ്യും. നമുക്കത് പറയാൻ സാധിക്കുമോ? എൻ്റെ ഒരു കൂട്ടുകാരൻ
ഈ പാട്ടൊക്കെ പാടുന്നതിൽ ഒത്തിരി സന്തോഷം ഉള്ള ഒരു വ്യക്തിയായിരുന്നു. ഹി ലവ് ദിസ് സോങ്. ഓക്കെ, അപ്പൊ ആ സഹോദരൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി തന്നെ ഏൽപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു. കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തമിഴ്നാട്ടില് കോയമ്പത്തൂർ എന്ന് പറയുന്ന ആ പട്ടണത്തിന്റെ അടുത്തുള്ള ഒരു ട്രൈബൽ ആൾക്കാരുടെ ഇടയിൽ സുവിശേഷ വേല ചെയ്യുവാൻ വേണ്ടി തന്നെ ഏൽപ്പിച്ച ഒരു വ്യക്തിയാണ്. ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചിട്ട് ഈ സഹോദരൻ കോയമ്പത്തൂരിൽ തന്റെ പിതാവോട് കൂടെ ചേർന്ന് ആ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടി അവിടെ പോയി. ഓക്കെ, ഈ സഹോദരന്റെ പേര് റീച്ചർ എന്നാണ്. റീച്ചർ. ഓക്കെ, അവനും അവന്റെ വൈഫുമാണ്. റീച്ചർ എന്നാണ് പേര്. പിതാവ് തന്നെ അവന് റീച്ചർ എന്നുള്ള പേര് വെക്കാൻ തന്നെ കാരണം പിതാവിന്റെ ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു, എന്റെ മകനും എന്നെ പോലെ അനേകരെ കർത്താവിന് വേണ്ടി റീച്ച് ഔട്ട് ചെയ്യണം. അതുകൊണ്ടാണ് ഇവന്റെ പേര് തന്നെ റീച്ചർ എന്ന് വെച്ചത്. അപ്പൊ ഈ ദൈവദാസൻ, യങ് ചാപ്പ്, he went to Coimbatore to serve in the tribal setup. പ്രിയപ്പെട്ടവർ, അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ദൈവം ഇവന്റെ ഉള്ളിൽ സംസാരിച്ചു തുടങ്ങി. നിനക്ക് ഞാൻ പ്രവർത്തനം ഇവിടെയല്ല വെച്ചിരിക്കുന്നത്. എന്നിട്ട് ദൈവം പറഞ്ഞു, അവന്റെ ഉള്ളിൽ ദൈവം പറഞ്ഞു, നീ ഇന്ത്യയുടെ പുറത്ത് പോണം, ഇന്ത്യയുടെ വെളിയിൽ എന്റെ സുവിശേഷമായിട്ട് നീ റീച്ച് ഔട്ട് ചെയ്യണം. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവന് ദൈവം കാണിച്ച സ്ഥലം കോയമ്പത്തൂരിൽ നിന്ന് അവൻ പോയത് കംബോഡിയയിലേക്കാണ്. കംബോഡിയ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പരിശുദ്ധാത്മാവ് തന്നെ എവിടെ ലീഡ് ചെയ്തോ ആ സ്ഥലത്തോട്ട് പോകുവാനുള്ള ആ ഒബീഡിയൻസ് ഈ ദൈവദാസൻ കാണിച്ചു. ഒരു ചില വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ ഈ സഹോദരനെ പോയി അവിടെ കംബോഡിയയിൽ കണ്ടായിരുന്നു. ഇപ്പോഴും അവർ കുടുംബമായിട്ട് അവിടെ തന്നെയാണ്. 9 വർഷത്തിൽ കൂടുതലായി. ഒരുപക്ഷെ എന്തിനു വേണ്ടി നീ കംബോഡിയയിൽ പോയെന്നുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ ആ ദൈവദാസിന് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, പരിശുദ്ധാത്മാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, ദൈവം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് പോകാൻ പറഞ്ഞു എന്നുള്ളത്. പ്രിയപ്പെട്ടവർ, ഞാൻ ഇന്ന് ചോദിക്കട്ടെ, നമ്മുടെ ജീവിതത്തിന്റെ പോക്കും വരത്തും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ മൂവ്മെന്റ്സ് ഒക്കെ പരിശുദ്ധാത്മാവാണോ നയിക്കുന്നത്? Are we led by the Holy Spirit? That's a big lesson we can learn from Philip. And I'm going to the last one. But before that, a blessing to the, നമ്മൾ ഇതുവരെയും കണ്ടല്ലോ, he was a blessing to the Jerusalem church. He was a blessing to the Samaritan city, a community. Now he was a blessing to the Ethiopian eunuch, an individual. And finally, when you look at Philip, we find him in Caesarea. സിസറിയ എന്ന് പറയുന്ന സിറ്റിയിലാണ് ലാസ്റ്റ് ആയിട്ട് ഫിലിപ്പോസിനെ കാണുന്നത്. ആക്ട്സ് ചാപ്റ്റർ 21 വേഴ്സ് 8 to 10. ആക്ട്സ് 21, ആ വാക്യം കൂടെ ഒന്ന് വായിക്കാം. ആക്ട്സ് 21 8 to 10. പിറ്റേന്നാൾ ഞങ്ങൾ പുറപ്പെട്ട് കൈസരിയയിലെത്തി. 7 ഒരുവനായ ഫിലിപ്പോസ് എന്ന സുവിശേഷകന്റെ വീട്ടിൽ ചെന്ന് അവനോട് കൂടെ പാർത്തു. അവന് കന്യകമാരും പ്രവചിക്കുന്നമാരുമായ 4 പുത്രിമാരുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ വളരെ ദിവസം പാർത്തിരിക്കുമ്പോൾ അഗബോസ് എന്ന ഒരു പ്രവാചകൻ യഹൂദിയിൽ നിന്ന് വന്നു. ഓക്കെ ബ്രദർ, താങ്ക് യു. ഇഫ് യു ലുക്ക് അറ്റ് ഫിലിപ്സ് ലൈഫ്, ഈ മാപ്പ് ഒന്ന് നോക്കുവാണെങ്കിൽ, ഫ്രം ജെറുസലേം ദ ലോർഡ് ലെഡ് ഹിം ടു സമാരിയ, ഫ്രം സമാരിയ ദ ലോർഡ് ലെഡ് ഹിം ടു ദ ഡെസേർട്ട് റോഡ്, ഫ്രം ദാർ ഹി മൂവ്ഡ് ഓൺ ടു എ പ്ലേസ് കോൾഡ് അസോട്ടോസ്. പോകുന്ന വഴിയിലൊക്കെ എവിടെയൊക്കെ താമസിച്ചു എന്ന് നമുക്ക് പറഞ്ഞിട്ടില്ല. ഒരു സഞ്ചാരമായിരുന്നു ജീവിതമേ. പല സ്ഥലങ്ങളിൽ ശുശ്രൂഷിച്ച് ലാസ്റ്റില് സെറ്റിലായ സ്ഥലമാണ് സിസേറിയ. എന്നിട്ട് പ്രിയപ്പെട്ടവരെ, അവിടെ ഈ ദൈവദാസിനെ കുറിച്ച് നമ്മൾ എന്താ വായിക്കുന്നതെന്ന് അറിയോ? അവനും അവന്റെ കുടുംബവും സിസേറിയയിൽ അവിടെയും ഒരു അനുഗ്രഹത്തിന്റെ പാത്രമാണ്. ഹി വാസ് എ ബ്ലെസ്സിംഗ് there also in Caesarea. നമുക്കറിയാം, ലൂക്കോസും പൗലോസും വേറെ ഒരു ചില സുവിശേഷന്മാരും കൂടെ പല സ്ഥലങ്ങളിൽ സുവിശേഷം പറഞ്ഞ് സഞ്ചരിച്ച് സിസറിയയിൽ എത്തിയപ്പോൾ അവര് താമസിക്കാൻ പോയ വീട് ഫിലിപ്പോസിന്റെ വീടാണ്. അത് മാത്രമല്ല, അവിടെ ഒരു ചെറിയ നോട്ടും ലൂക്കോസ് പറയുന്നുണ്ട് നമ്മുടെ അടുത്ത്. all his 4 unmarried daughters who prophesied. അന്ന് പ്രോഫസി ശുശ്രൂഷ ഉള്ള കാലഘട്ടമാണ്. അവന്റെ 4 മക്കളും
4 പെൺമക്കളും അവിടെ കർത്താവിന്റെ വേല ചെയ്യുന്നവരായിട്ടാണ് പ്രിയപ്പെട്ടവരെ അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്തൊരു ഭാഗ്യമല്ലേ, ചിന്തിച്ചു നോക്കിയേ. ഒരു ചെറിയ ജീവിതം കൊണ്ട് എവിടെ പോയാലും ബ്ലെസ്സിങ്. wherever no he went he was a blessing. പ്രിയപ്പെട്ടവരെ, അത് മാത്രമല്ല, തന്റെ വീട്ടിൽ ഈ പൗലോസും മറ്റ് ശുശ്രൂഷകരും പല ദിവസം താമസിച്ചെന്നാണ് വായിക്കുന്നത്. നമ്പർ ഓഫ് ഡേയ്സ് they stayed at the house of Philippos. His house was open for God's people. ദൈവജനത്തിന് വേണ്ടി തന്റെ വീട് തുറന്നു കൊടുത്ത് ദൈവമക്കളെ സ്വീകരിച്ച് ദൈവമക്കൾ അവിടെ താമസിക്കുവാനും അതേപോലെ ശുശ്രൂഷിക്കാനൊക്കെ അവസരം ഒരുക്കി തന്ന ഒരു ഫിലിപ്പോസ്. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിലും ഇറ്റ്സ് ഓൾസോ ബിഗ് ടെസ്റ്റിമണി അല്ലേ. ഹി വാസ് എ ബ്ലെസ്സിങ് ടു ഹിസ് ഫാമിലി ഓൾസോ. ഫിലിപ്പോസിന്റെ ഭാര്യയെ കുറിച്ച് നമ്മൾ വായിക്കുന്നില്ല. മേ ബി സിസറിയയിലൊക്കെ താമസിച്ച സമയമായപ്പോഴത്തേക്കും മേ ബി ഹി വാസ് എ വിഡോവർ, വി ഡോണ്ട് നോ. ഭാര്യ മരിച്ചിരിക്കാനുള്ള സാധ്യത ഉണ്ട്. പല ബൈബിൾ കമന്റേറ്റേഴ്സും അങ്ങനെയാണ് പറയുന്നത്. എന്തൊക്കെയായാലും തന്റെ മക്കൾ 4 പേരും അവിടെ ദൈവത്തിന്റെ ശുശ്രൂഷയിൽ ഉള്ളത് കണ്ട് സന്തോഷിപ്പാൻ ഈ ദൈവദാസന് ഇടയായി. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുവാണ്. Can you imagine this life, this character Philip, a blessing to the apostles and his family? എന്തോ ഒരു അനുഗ്രഹ പാത്രമാണ്. ഞാൻ പറയട്ടെ, ഞാൻ എത്യോപ്യൻ യൂണക്കിന്റെ കാര്യത്തിലും നമ്മൾ അറിയാം. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയാണ്ടിരുന്നത്. ആ ബാപ്റ്റിസം കഴിഞ്ഞ് മേളി വന്നപ്പോൾ ഫിലിപ്പോസിനെ ആത്മാവ് കൊണ്ടുപോയി. ആ എത്യോപ്യൻ യൂണക്ക് സന്തോഷിച്ചിട്ടാണ് പോയത്. He went joyfully. പ്രിയപ്പെട്ടവരെ, ഇതിൽ കൂടുതൽ എന്താണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? A blessing to the local church in Jerusalem, a blessing to a faraway community, Samaritans, a blessing to an individual Ethiopian, and also a blessing to God's people at large, Luke, Paul and others. A life well lived. നല്ല ഒരു ജീവിതം, കർത്താവിന് വേണ്ടി ജീവിച്ച ഒരു നല്ല ജീവിതം ജീവിപ്പാൻ ഫിലിപ്പോസിന് ഇടയായി. ചില ആത്മീയ പാഠങ്ങൾ നമുക്കും പഠിക്കുവാൻ ഇടയായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. May the Holy Spirit continue to lead all of us. May God's name